എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 5-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 10 വർഷം നീണ്ട പിണറായി ഭരണം അവസാനിപ്പിച്ച് UDFന്റെ കരുത്തുറ്റ മുന്നേറ്റത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് വന്നപ്പോൾ 102 സീറ്റിലാണ് UDF ജയിച്ചു കയറിയത്. 35 സീറ്റിൽ LDFും 3 സീറ്റിൽ NDAയും വിജയിച്ചു. ശക്തമായ ഭരണവിരുദ്ധ തരംഗമാണ് ഇന്ന് കേരളം കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചു. ഗവർണർ രാജേന്ദ്ര ആൽറേക്കർ രാജി സ്വീകരിച്ചു. തൽക്കാലത്തേക്ക് പദവിയിൽ തുടരാൻ ഗവർണർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് UDF തരംഗം ആഞ്ഞു വീശിയപ്പോൾ കടപുഴകി വീണത് 13 മന്ത്രിമാരാണ്. സിറ്റിംഗ് സീറ്റിൽ ഉറച്ച വിജയപ്രതീക്ഷ അർപ്പിച്ച് വീണ്ടും കളത്തിലിറങ്ങിയ മന്ത്രിമാരാണ് കൂട്ടത്തോടെ തോൽവി ഏറ്റുവാങ്ങിയത്. വ്യവസായ മന്ത്രി P രാജീവ് കളമശ്ശേരിയിൽ പരാജയപ്പെട്ടത് LDF ക്യാമ്പിനെ ഞെട്ടിച്ചു. ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു ഘട്ടത്തിൽ പോലും ലീഡ് നേടിയില്ല. കായിക മന്ത്രി V അബ്ദുറഹ്മാൻ തിരൂരിലും രജിസ്ട്രേഷൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിലും തോറ്റു. പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നേമത്ത് തോറ്റപ്പോൾ ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനും ഏറ്റുമാനൂരിൽ സഹകരണ മന്ത്രി VN വാസവനും പരാജയപ്പെട്ടു. ഇടതുകോട്ടയായ എലത്തൂരിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും തോറ്റു. പത്തനാപുരത്ത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും ഇരിങ്ങാലക്കുടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും തോറ്റു. കനത്ത തോൽവി ഏറ്റുവാങ്ങിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV രാജേഷാണ്. മൃഗസംരക്ഷണ മന്ത്രി J ചിഞ്ചുറാണിയും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളുവും പരാജയപ്പെട്ടു. മുഖ്യമന്ത്രി അടക്കം 7 മന്ത്രിമാർ ജയിച്ചു കയറി. മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പരാജയ ഭീഷണി നേരിട്ടു. മുഹമ്മദ് റിയാസും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ധനമന്ത്രി KN ബാലഗോപാൽ ചെറിയ വോട്ടിന് രക്ഷപ്പെട്ടപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എന്നാൽ UDFൽ വിജയിച്ചു കയറിയവർ വൻ ഭൂരിപക്ഷത്തിലാണ്. പല ആളുകളും 1/2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ലഭിച്ചു. മലപ്പുറത്ത് മത്സരിച്ച PK കുഞ്ഞാലിക്കുട്ടിക്ക് 85,327 എന്ന റെക്കോർഡ് ഭൂരിപക്ഷം ലഭിച്ചു. ഇനി ഇതായിരിക്കും കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. ഇതിനു മുമ്പ് കഴിഞ്ഞ തവണ KK ശൈലജ 60,963 വോട്ടിന് ജയിച്ചതായിരുന്നു റെക്കോർഡ് ഭൂരിപക്ഷം. 50,000-ന് മുകളിൽ ഭൂരിപക്ഷമുള്ള 1/2 ഡസനോളം MLAമാർ UDFനുണ്ട്. ഇപ്പോൾ T സിദ്ദിഖും ആര്യാടൻ ഷൗക്കത്തും ചാണ്ടി ഉമ്മനും ഉമ തോമസും ലീഗിന്റെ നിരവധി MLAമാരും 1/2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടി. LDFനൊപ്പമുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗം നിലം തൊട്ടില്ല. മത്സരിച്ച 12 ഇടങ്ങളിലും തോറ്റമ്പി. പാലയിൽ ഗതി പിടിക്കാതെ ജോസ് കെ മാണി മുന്നണിയിൽ തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്നാൽ മിന്നും ജയമാണ് BJPക്കുണ്ടായത്. കേരള നിയമസഭാ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി 3 സീറ്റുകൾ നേടി. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങളിലാണ് BJP വിജയിച്ചത്. എന്നാൽ BJPക്കൊപ്പം മത്സരിച്ച 2020യും BDJSും നിലം തൊട്ടില്ല. ഉറച്ച വിജയപ്രതീക്ഷ പങ്കുവച്ച പാലക്കാടിൽ പിഷാരടി 13,000-ലധികം വോട്ടുകൾക്കാണ് ശോഭ സുരേന്ദ്രനെ തോൽപ്പിച്ചത്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് 30,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങിയ പാർട്ടി CPM ആണ്. 90 സീറ്റുകളിൽ മത്സരിച്ച CPMന് 26 സീറ്റുകളിൽ മാത്രമാണ് ജയിക്കാനായത്. 27 സീറ്റിൽ മത്സരിച്ച് 22 സീറ്റുകളിലും ജയിക്കാനായി ഏറ്റവും ഉയർന്ന വിജയശതമാനം ലീഗിനാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സീറ്റാണ് കോൺഗ്രസ് നേടിയത്. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ BJP മിന്നും ജയം കരസ്ഥമാക്കി. പശ്ചിമ ബംഗാളിൽ BJP ഭരണം പിടിച്ചു. ആസാമിൽ ഭരണം നിലനിർത്തി. പുതുച്ചേരിയിൽ NDA സഖ്യം തന്നെ വിജയിച്ചു. എന്നാൽ തമിഴ്നാടാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത അട്ടിമറി ഉണ്ടായത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ 49 വർഷത്തെ റെക്കോർഡ് തിരുത്തി ദളപതി വിജയ് തമിഴ് വെട്രിക്കടകം ഭരണത്തിലേക്ക് കയറുകയാണ്. തമിഴ് സിനിമയിലെ സൂപ്പർ താരം ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വിജയ് തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലൂടെ തമിഴ്നാട് നിയമസഭയിലെ
വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. 1977 MG രാമചന്ദ്രൻ എന്ന MGR കുറിച്ച റെക്കോർഡിന് ശേഷം ഇത് ആദ്യമായാണ് ഒരു സിനിമാ താരം സ്വന്തം പാർട്ടി രൂപീകരിച്ച് തമിഴ് മണ്ണിൽ ഇത്രയും അധികം സീറ്റ് നേടി ഭരണത്തിലേറുന്നത്. ബംഗാളിൽ മമതയാണ് ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങിയത്. വലിയ പ്രഖ്യാപനങ്ങളോടെയാണ് UDF പ്രകടന പത്രിക ഇറക്കിയത്. ഇത് ജനങ്ങൾ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് തന്നെ കരുതാം. ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനവും ആദ്യ ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ത്രീകൾക്കുള്ള KSRTCയിലെ സൗജന്യ യാത്ര. അതോടൊപ്പം 5 വർഷം കൊണ്ട് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ലഭിക്കും. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതാണ് കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതി. യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയും ലഭിക്കും. BPL വിഭാഗത്തിന് സൗജന്യ ഡയാലിസിസ്. ആന്റി റാഗിംഗ് ആക്ട് നടപ്പിലാക്കും. റബ്ബറിന് 300 രൂപ താങ്ങുവില. സംസ്ഥാന വ്യാപകമായി ഇന്ദിരാ ക്യാൻറ്റീൻ. ആശാ വർക്കർമാർക്ക് കുറഞ്ഞ ദിവസവേതനം 700 രൂപയാക്കും എന്നീ വലിയ പ്രഖ്യാപനങ്ങൾ UDF തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. മെയ് 12 മുമ്പ് പുതിയ ഭരണസമിതി അധികാരത്തിലേറും. മുഖ്യമന്ത്രിയെ 10-ാം തീയതിക്ക് മുമ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ഇവരിൽ 3-ൽ-ഒരാളാണ് മുഖ്യമന്ത്രിയാവുക. 21 അംഗ മന്ത്രിസഭ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉള്ളത്. നിരവധി വനിതകൾ കോൺഗ്രസിൽ നിന്നും ഒരു വനിത ലീഗിൽ നിന്നും ജയിച്ചു കയറിയിട്ടുണ്ട്. ഇതിൽ ബിന്ദു കൃഷ്ണയും ഷാനി മോൾ ഉസ്മാനും മന്ത്രിമാരാകും എന്നാണ് സൂചന. അടുത്ത ക്ഷേമ പെൻഷൻ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെയായിരിക്കും ഉണ്ടാവുക. 20-ാം തീയതിക്ക് ശേഷമായിരിക്കും മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ഉണ്ടാകുക. ഈ പുതിയ സർക്കാരിന്റെ അതായത് UDF സർക്കാരിന്റെ ആദ്യ പെൻഷൻ വിതരണം പതിവ് പോലെ തന്നെ നടക്കാനാണ് സാധ്യത. മുൻ സർക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവ് മുൻകൂറായി ഇറക്കിയിട്ടുണ്ട്. പക്ഷേ പണം അനുവദിക്കേണ്ടത് നിലവിൽ ഇപ്പോൾ പുതുതായി വരാൻ പോകുന്ന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതിനു വേണ്ടിയിട്ടുള്ള തുക അനുവദിക്കുക. ഇപ്പോൾ മുടങ്ങിപ്പോയിട്ടുള്ള, അതായത് ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ച് 2 മാസത്തെ വിതരണത്തിന് ശേഷം ഏപ്രിൽ മാസത്തിൽ മുടക്കം വരുത്തിയിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വിതരണം ഇനി എങ്ങനെയായിരിക്കും എന്നും കാത്തിരുന്ന് കാണേണ്ടതു തന്നെയാണ്. നിലവിലെ ഭരണമാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ